ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മ മലയാളികൾക്ക് ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയൊക്കെ എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് അല്ലേ? ഇന്ന് നമുക്ക് ഊണിനൊപ്പം സൈഡ് ഡിഷ് ആയിട്ടൊക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി കാണാം. ഇത് നമുക്ക് കുറച്ചധികം ദിവസം വീട്ടിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിനായിട്ട് ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഉണക്ക ചെമ്മീൻ, ചെമ്മീൻ്റെ തല നുള്ളി എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. 2 കപ്പ് അളവിൽ നാളികേരം, എരിവിനായിട്ട് ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ചെറുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി, കുറച്ച് കറിവേപ്പില. ഇതിൽ മുളകും പുളിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ കൂടുതൽ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പാനിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഇളക്കി കൊടുത്ത് റോസ്റ്റാക്കി എടുക്കാം. നല്ലപോലെ മൂത്ത് മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ചൊന്ന് ചൂടാറി വന്ന് കഴിഞ്ഞ് ഒടിച്ച് നോക്കിയാൽ പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ മാസങ്ങളോളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാസങ്ങളോളം ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാരമണം ഒഴിവാക്കാം. ഇപ്പോൾ മുളക് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കറിവേപ്പിലയും പുളിയും നാളികേരവും ചേർത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാകണമെന്നില്ല. ഈർപ്പൊക്കെ വറ്റി ഇതുപോലെ ഒരു പുളിയെറുമ്പിൻ്റെ കളറായി വന്നു കഴിഞ്ഞാൽ ഇത് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത ഉണക്കമുളകും ഉണക്ക ചെമ്മീനും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് പല തവണകളായി ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ചെറിയ തരികളോട് കൂടിയ പാകത്തിനാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നല്ല ഫൈനായിട്ടോ അതല്ലെങ്കിൽ കുറച്ച് വലിയ തരികളോട് കൂടിയ പാകത്തിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത് വീട്ടിലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് ദിവസങ്ങളോളം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചോറിനൊപ്പം അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങളിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് തിരുമ്മി യോജിപ്പിച്ച ശേഷം കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.